ജിംസ് ഇതിനകത്തൊരു ഓപ്പൺ ഫൈറ്റിന് സഭ റെഡിയാവുന്നതാണോ? ഓപ്പൺ ഫൈറ്റിന് റെഡിയാവുന്നുള്ളതല്ല. ഈ FCRA നിയമ ഭേദഗതി ഇത് ഇത്രയും നാളും RSSന്റെ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൽ വിശ്വസിച്ച പോലെയല്ല. ഇത് സംഭവം കുറച്ച് സീരിയസ് ആണെന്ന് സഭ മനസ്സിലാക്കുന്നുണ്ട്. സഭ എന്നല്ല, ഓരോ രൂപതകളും മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ RSSന്റെ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് ഏറ്റവും കൂടുതൽ പിടിച്ച ഒരു അതിരൂപതയായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത. അതിൻ്റെ താളത്തിന് തുള്ളി കാസ പോലുള്ള ഗ്രൂപ്പുകൾ മൗനമായി സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഈ എക്കോ സിസ്റ്റം വളർത്തിയെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ്. പക്ഷേ FCRA നിയമ ഭേദഗതി വന്നപ്പോൾ ഇത് വെറുതെ അല്ല. കാരണം വഖഫ് ബില്ല് വന്നപ്പോൾ എന്താണോ ആ മുസ്ലിം സമുദായത്തിന് സംഭവിച്ചത് അത് തന്നെ തങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ്. ഇത് വെറുതെ ഉണ്ടാക്കുന്ന നിയമ ഭേദഗതി. കാരണം ഈ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് FCRA ഭേദഗതി ചെയ്ത് ഇപ്പോൾ ഇവർ ഭയക്കുന്ന ആ ഭേദഗതി ഇപ്പോൾ ഇന്ന് ഷോൺ ജോർജ് അത് പറയുന്നുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ട് ശരിയാണത്. പക്ഷേ അതിൻ്റെ കുറേ കൂടി എക്സ്പ്ലനേഷനാണ് പുതിയ ഭേദഗതിയിൽ വരുന്നത്. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൈസൻസ് റദ്ദായാൽ ഈ സ്ഥാപനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ആര് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള വ്യക്തത. മറ്റത് അതായത് ഭരണഘടനയെ പറ്റി അംബേദ്കർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭരണഘടന ഇറ്റ്സെൽഫ് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കില്ല, അത് കൈകാര്യം ചെയ്യുന്നതനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. ഇവിടെ എന്താണ് പ്രശ്നം? നേരത്തെ ഉള്ള നിയമം തന്നെയാണ്, പക്ഷേ ഇവരുടെ ഇന്റൻഷൻ, BJP സർക്കാർ ഇന്റൻഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. അവിടെ ഇവർ കൊണ്ടുവന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇതെങ്ങനെ നടപ്പാക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ പ്ലാൻ കൊണ്ടുവരികയാണ്. ആ നിയമ ഭേദഗതി അതിനുവേണ്ടിയാണ്. അപ്പോൾ മനസ്സിലായി ഇത് വെറുതെ ഒരു നടക്കി പോകുന്ന നിയമ ഭേദഗതിയല്ല. ഇത് തങ്ങൾ കൂടി ഇതിൻ്റെ ഇരകളിൽപ്പെട്ടവരാണ്, തീർച്ചയായിട്ടും തങ്ങൾ ആക്രമിക്കപ്പെടും. ഇതൊരു അസ്തിത്വത്തിൻ്റെ പ്രശ്നമാണെന്ന് സഭകൾ മനസ്സിലാക്കുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രശ്നം. അല്ലാതെ കേവലമായ ഒരു വോട്ടിൻ്റെ പേരിൽ അല്ലെങ്കിൽ വോട്ട് ചെയ്തോ ഇല്ലേ, അല്ലെങ്കിൽ BJP വോട്ട് ചെയ്യണോ ഇല്ലേ, ഇങ്ങനെയുള്ള ഒരു പ്രശ്നമേ അല്ല. ഇത് അസ്തിത്വ പ്രതിസന്ധിയാണ് സഭകൾ നേരിടുന്നത്.